സമാന ആകൃതിയും വലിപ്പവുമുള്ള 2 ഒഴിഞ്ഞ ഐസ്ക്രീം ബോളുകളെടുത്ത് അവയിൽ ഒന്നിൽ മണൽ നിറയ്ക്കുക. ഒരു പരന്ന പാത്രത്തിൽ നനഞ്ഞ മണൽ നിറച്ച ശേഷം ബോളുകൾ ഒരേ ഉയരത്തിൽ നിന്ന് മണലിലേക്കിടുക. മണലിൽ കുഴികൾ രൂപപ്പെടുന്നത് കാണാം. തുല്യവേഗത്തിൽ എത്തിയിട്ടും ഇവയിൽ ഏത് ബോളാണ് മണലിൽ കൂടുതൽ താഴ്ചയുണ്ടാക്കിയത്? മാസ് കൂടിയതാണ്. Take 2 empty ice cream balls of identical size and shape and fill one with sand. Fill a wide tray with wet sand. Drop the 2 ice cream balls from the same height onto this wet sand. It will be seen that 2 pits are formed on the sand. They fell down with the same speed. Still, which ball formed deeper pit on the sand? Ball with higher mass. ഒരേ ബോൾ തന്നെ വ്യത്യസ്ത ഉയരങ്ങളിൽ നിന്ന് താഴേക്കിട്ടുകൊണ്ട് നേരത്തെ ചെയ്ത പരീക്ഷണം വീണ്ടും ആവർത്തിച്ചു നോക്കാം. ഉയരം കൂടുമ്പോൾ മണലിൽ പതിക്കുന്ന ബോളിൻ്റെ പ്രവേഗത്തിന് എന്തു മാറ്റമാണുണ്ടായത്? ബോളിൻ്റെ പ്രവേഗം കൂടുന്നു. പ്രവേഗം കൂടുന്നതിനനുസരിച്ച് മണലിലുണ്ടാക്കിയ ആഘാതത്തിന് എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നത്? പ്രവേഗം കൂടുന്നതിനനുസരിച്ച് മണലിലുണ്ടാക്കിയ ആഘാതവും കൂടുന്നതായി കാണാം. Repeat the experiment by allowing one of the balls to fall from different heights. What happens to the velocity of the ball when it falls from greater height? Its velocity increases. What happens to its impact on sand when its velocity increases? It also increases. That means the more the mass and velocity of moving bodies, the more their impact. This property is called momentum. തോക്കിൽ നിന്ന് പായുന്ന വെടിയുണ്ട വസ്തുക്കളിൽ തുളച്ചു കയറുമെന്ന് നമുക്കറിയാം. Bullet fired from a gun pierces through a target object. If so, does their speed influence the impact they make? Yes. അങ്ങനെയെങ്കിൽ വസ്തുക്കളുടെ വേഗം അവ ഉളവാക്കുന്ന ആഘാതത്തെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുമല്ലോ. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ഇത് അളക്കുന്നത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണിതമായാണ്. ആക്കം ഒരു സദിശ അളവാണ്. ഇത് പ്രവേഗത്തിൻ്റെ ദിശയിലാണ് അനുഭവപ്പെടുന്നത്. ആക്കം സമം മാസ് ഇൻറ്റു പ്രവേഗം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കുമല്ലോ. That means momentum is a characteristic property of moving objects. It is measured as the product of mass of the body and its velocity. Momentum is a vector quantity. It is experienced in the direction of velocity. Momentum is equal to mass into velocity. Unit of momentum is kilogram meter per second. അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലെ റൈഡുകളിൽ വളരെ ഉയരത്തിൽ നിന്ന് അതിവേഗത്തിൽ താഴേക്ക് വരുന്ന കുട്ടികൾ തുടർന്ന് ഉയരങ്ങളിലേക്ക് പോകാൻ കാരണം ആക്കമാണ് എന്ന് പറയാം. Children taking rides in amusement parks come with high speed from a height and would again move up to another height easily. Momentum is the characteristics of moving objects. This property is made use of here. Newton's second law of motion. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്നു. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം ഉപയോഗിച്ച് ബലത്തെ എങ്ങനെ അളക്കാമെന്ന് നോക്കാം. യു എന്ന പ്രവേഗത്തോടെ ചലിക്കുന്ന ഒരു വസ്തുവിൽ ടി സമയത്തേക്ക്
എഫ് ബലം പ്രയോഗിച്ചാൽ അതിൻ്റെ പ്രവേഗം v ആയി മാറുന്നു എങ്കിൽ ആക്ക വ്യത്യാസം എന്നത് mv മൈനസ് mu ആയിരിക്കും. അപ്പോൾ ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് എന്നത് m ഇൻറ്റു v മൈനസ് u ബൈ t ആയിരിക്കും. The first law of motion defines force and inertia. Newton's second law of motion helps to measure force. When a force F is applied to t second, then the rate of change of momentum of the body is m into v minus u divided by t. ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് ആനുപാതികമായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് എഫ് നേർ അനുപാതം m ഇൻറ്റു v മൈനസ് u ബൈ t എന്ന് എഴുതാം. v മൈനസ് u ബൈ t എന്നത് ത്വരണമാണ്. അതിനാൽ എഫ് നേർ അനുപാതം m ഇൻറ്റു a എന്നെഴുതാം. നേർ അനുപാതം മാറ്റാനായി k എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കാം. അതായത് എഫ് സമം k ഇൻറ്റു ma. k 1 ആയതിനാൽ എഫ് സമം 1 ഇൻറ്റു ma എന്നെഴുതാം. അതായത് എഫ് സമം ma എന്ന് കിട്ടുന്നു. ഇതാണ് ബലത്തിൻ്റെ അളവ് കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം. If the force acting for t second is increased, what change will take place in the rate of change of momentum? It also increases. What if applied force is reduced? Then the rate of change of momentum decreases. ബലത്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണമുണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ. അതായത് F is equal to K into ma. ഇവിടെ F, m, a എന്നിവയുടെ വിലകൾ 1 ആയതിനാൽ 1 സമം K ഇൻറ്റു 1 ഇൻറ്റു 1 എന്നെഴുതാം. അതായത് K എന്നത് 1 ആയിരിക്കുമല്ലോ. That means the rate of change of momentum of a body is directly proportional to the unbalanced external force acting on it. That means F directly proportional to m into v minus u by t. v minus u by t is acceleration. Therefore, F directly proportional to m into a. Using a constant k, the above relation can be written as F is equal to K into ma. Since K is equal to 1, F is equal to 1 into ma. Then we get F is equal to m into a. This is the equation to calculate force. Unit of force is Newton. 1 Newton is the force required to produce an acceleration of 1 meter per second square on a body of mass 1 kilogram. Impulse. ഒരു ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം. ഇതിനെ ഇമ്പൾസ് എന്ന് പറയാം. അതായത് ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ആവേഗം. അതായത് ആവേഗം സമം ബലം ഇൻറ്റു സമയം. അപ്പോൾ ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആയിരിക്കും. Impulsive force is a very large force acting for a very short time. Impulse of force is the product of the force and the time. When impulse equal to force into time. Unit of impulse is Newton second. ബലം പ്രയോഗിക്കുമ്പോൾ
വസ്തുവിൻ്റെ മാസും പ്രവേഗമാറ്റവും സമയവും തമ്മിലുള്ള ബന്ധം രണ്ടാം ചലന നിയമപ്രകാരം ഗണിത രൂപത്തിൽ എഴുതാം. F സമം m ഇൻറ്റു v മൈനസ് u ബൈ t. ആവേഗം എന്നത് F ഇൻറ്റു t. അതായത് ആവേഗം സമം m ഇൻറ്റു v മൈനസ് u ബൈ t ഇൻറ്റു t എന്നെഴുതാം. t ഒഴിവാക്കിയാൽ m ഇൻറ്റു v മൈനസ് u എന്ന് ലഭിക്കുന്നു. അതായത് mv മൈനസ് mu. ഇത് ആക്കവ്യത്യാസമാണ്. ഇതിൽ നിന്നും ആവേഗം എന്നത് ആക്കവ്യത്യാസത്തിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇതിനെ ആവേഗ ആക്കതത്വം എന്ന് പറയാം. ഒരു വസ്തുവിലുണ്ടാകുന്ന ആക്കവ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമായിരിക്കും. ആവേഗം സമം ആക്കവ്യത്യാസം. അതായത് ബലം ഗുണം സമയം സമം ആക്കവ്യത്യാസം. അതായത് F ഇൻറ്റു ടി സമം ഒരു സ്ഥിരസംഖ്യയായിരിക്കും. The mathematical representation of the relation between mass, velocity and time based on the second law of motion when a force is applied will be F is equal to m into v minus u by t. Impulse is equal to F into t. Therefore, impulse equal to m into v minus u by t into t. By avoiding t, we get impulse equal to m into v minus u. That means mv minus mu. mv minus mu is the change in momentum. This is known as impulse momentum principle. The impulse momentum principle states that a change in momentum of an object is equal to the impulse experienced by it. What is the ratio between the force and time when same change in momentum occurs? In such cases, change in momentum is also a constant. Then impulse equal to change in momentum. Force into time equal to change in momentum. That means F into t is equal to a constant. Therefore, we can written as F inversely proportional to t. When the change in momentum is a constant, the force acting on a body will be inversely proportional to the time taken. ഇവിടെ ആക്കവ്യത്യാസം ഒരു സ്ഥിരസംഖ്യയാണ്. അതായത് ആവേഗം സമം ആക്കവ്യത്യാസം. ആവേഗം എന്നത് ബലം ഇൻറ്റു സമയമാണ്. അപ്പോൾ ബലം ഇൻറ്റു സമയം സമം ആക്കവ്യത്യാസം എന്നെഴുതാം. അതായത് F ഇൻറ്റു ടി എന്നത് ഒരു സ്ഥിരസംഖ്യയായിരിക്കും. അതിനാൽ F വിപരീത അനുപാതം ടി എന്നെഴുതാം. ആക്കവ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇത് ഏതാനും സന്ദർഭങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പിറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നു. അറ്റ് ദ ടൈം ഓഫ് ക്യാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ, the time of catching is extended by moving the hand backward with the ball. പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നത് മൂലം ആഘാതം കുറയുന്നു. During a pole vault jump, the impact is reduced by falling on a foam bed. ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ച പാക്കറ്റുകളിൽ സ്പോഞ്ച്, വൈക്കോൽ മുതലായവ നിറയ്ക്കുന്നു. പാത്രങ്ങൾ കൂട്ടിമുട്ടി പൊട്ടുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. Hay or sponges are used while packing glasswares. This helps to avoid breaking of glasswares due to collision. ഒരു അഭ്യാസി കൈകൊണ്ട് വളരെ വേഗത്തിൽ വീശി കടുപ്പമുള്ള ഇഷ്ടികകൾ തകർക്കുന്നു. Karate experts move their hands with a great speed to chop strong bricks.